നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ മത്സരം ഇതാണ്. അർജന്റീന കാനഡയ്ക്കെതിരെയാണ് കളിക്കുന്നത്. കാനഡ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോപ്പ അമേരിക്ക കളിക്കുന്നത്. അവർ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. അർജന്റീന നിലവിലെ ചാമ്പ്യന്മാരാണ്. കോപ്പയിൽ അർജന്റീനയ്ക്ക് ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. കാനഡയെ സെമി ഫൈനലിൽ തറപറ്റിച്ച് ഫൈനലിലേക്ക് കടക്കാൻ വേണ്ടി അർജന്റീന ഒരുങ്ങുകയാണ്, ഇന്നിറങ്ങുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 കളി ആരംഭിക്കുന്നത്. ന്യൂയോർക്കിലാണ് മത്സരം, ന്യൂജേഴ്സിയിലാണ് മത്സരം, മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലെ അർജന്റീന ആരാധകരുടെ ആറാട്ടായിരുന്നു. ആയിരക്കണക്കിന് ആരാധകർ അർജന്റീനയുടെ നിറമണിഞ്ഞുകൊണ്ട് ടൈംസ് സ്ക്വയറിൽ തടിച്ചുകൂടി അവരാഘോഷിക്കുകയായിരുന്നു. നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ളൊരു ആഘോഷമായിരുന്നു അത്. അതിൽ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. മെസ്സിയുടെ ജേഴ്സിയാണ് അധികം പേരും അണിഞ്ഞിരുന്നത്. അതാവട്ടെ ഫേക്ക് ജേഴ്സി എന്ന് പറഞ്ഞാൽ കോപ്പിയാണ്, ഒറിജിനൽ അല്ല. അതിന് വിലയുണ്ടായിരുന്നത് $30. ഇനി നിങ്ങൾ 2 എടുത്താൽ ഡിസ്കൗണ്ട് ഉണ്ട്. $50 മെസ്സിയുടെ ആ ഒരു ജേഴ്സി, അതായത് കോപ്പി ജേഴ്സി ലഭിക്കും. അതൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ആരാധകർ അധികം പേരും എത്തിയത് എന്ന് ഇപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ബ്രസീൽ പുറത്തായി കഴിഞ്ഞു. അർജന്റീന ബ്രസീൽ വൈരമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബ്രസീലിനെതിരെയുള്ള ചാൻറ്റുകളും അവിടെ മുഖരിതമായിരുന്നു. പ്രധാനമായിട്ടും അവർ ചാൻറ്റ് ചെയ്തത്, പലതവണ ചാൻറ്റ് ചെയ്തു എന്ന് ESPN റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീൽ കിസിങ് ക്യൂസിന്റെ എന്നായിരുന്നു. അതായത് ബ്രസീൽ ഇപ്പം എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം എങ്ങനെയുണ്ട്? യഥാർത്ഥത്തിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. നേരത്തെ 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ലിയോ മെസ്സിയും സംഘവും മാറക്കാനയിലിട്ട് ടിറ്റയുടെ ബ്രസീലിനെ തോൽപ്പിച്ചിരുന്നല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സോങ് ആണ്, അതിൽ നിന്നുള്ള വരികളാണ്. സോ ബ്രസീൽ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ബ്രസീലിയൻ ആരാധകർക്ക് ഇപ്പോൾ എതിർപ്പൊന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം അവർ തന്നെ ആകെ ഇപ്പോഴത്തെ അവസ്ഥയിലാകെ മനം മടുത്ത് നിൽക്കുകയാണ്. തിരികെ വരും, ഈ കാലവും കടന്നു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിപ്പാണ്. തിരികെ വരുമായിരിക്കും. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ തന്നെ ഇറക്കുന്നത് കണ്ടില്ലേ. എന്തായാലും അവിടെ ഒരു കാത്തിരിപ്പ് അങ്ങനെ തുടരുമ്പോൾ അർജന്റീന ഇവിടെ മറ്റൊരു കാത്തിരിപ്പിലാണ്. വീണ്ടും ഒരു കിരീടം ചൂടാനുള്ള കാത്തിരിപ്പ്. നിലവിലെ ചാമ്പ്യന്മാരാണ്. സോ ആരാധകർ ആവേശത്തിൽ. നാളെ രാവിലെ 5:30 കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.